തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേയാണ് മലയാള സിനിമയിലുള്ള ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെടുന്നത്. നടി സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ ഓടിച്ചിരുന്നത് മാർട്ടിൻ എന്നു പേരുള്ള ഒരു ഡ്രൈവറായിരുന്നു. 2017 ഫെബ്രുവരി 17-നാണ് കേസിനാസ്പദമായ പ്രധാന സംഭവങ്ങൾ അരങ്ങേറുന്നത്. നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ വാൻ ഇടിപ്പിച്ചായിരുന്നു ഗുണ്ടകൾ ആക്രമണത്തിന് തുടക്കം കുറിച്ചത്. പൾസർ സുനി എന്ന ക്രിമിനൽ ഉൾപ്പെടെയുള്ള ആക്രമി സംഘം നടിയുമായി കാറിൽ 1 മണിക്കൂറിലധികം നഗരത്തിലൂടെ കറങ്ങിയിരുന്നു. ഇതിനിടെ അവർ നടിയെ ഉപദ്രവിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ശേഷം വാഹനം ഉപേക്ഷിച്ച് കടന്നുകളയുകയും ചെയ്തു. ആക്രമണം നടന്നതിനു ശേഷം നടി ആദ്യം അഭയം തേടിയത് സംവിധായകൻ ലാലിൻ്റെ ഭവനത്തിലായിരുന്നു. താമസിയാതെ സ്ഥലം MLA കൂടിയായ PT തോമസ് കൂടി സ്ഥലത്തെത്തിയതോടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യപ്പെട്ട പെൺകുട്ടി പോലീസിൽ വിവരമറിയിക്കാൻ സന്നദ്ധയാവുകയും അതിനനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുമുണ്ടായി. ഈ കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിയെ പോലീസ് നാടകീയമായി ആലുവ ജുഡീഷ്യൽ കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോൾ പിടികൂടിയിരുന്നു. മുമ്പ് നടൻ മുകേഷ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളുടെ ഡ്രൈവർ ജോലി ചെയ്തിരുന്ന ഇയാൾ നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളയാളായിരുന്നു. ആക്രമിക്കപ്പെട്ടതിനാലും അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയതിനാലും നടി അത് പുറം ലോകത്തെ അറിയിക്കില്ലെന്നായിരുന്നു ക്വട്ടേഷൻ നൽകിയവർ പൾസർ സുനിക്ക് നൽകിയിരുന്ന ധൈര്യമെങ്കിലും അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി സംഭവത്തെക്കുറിച്ച് പരാതി നൽകുവാൻ പീഡനത്തിനിരയായ പെൺകുട്ടി തയ്യാറായി. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവരിൽ പൾസർ എന്ന അപരനാമത്തിലറിയപ്പെടുന്ന സുനി, ഡ്രൈവർ കൊരട്ടി സ്വദേശി മാർട്ടിൻ, തിരുവല്ല സ്വദേശി പ്രദീപ്, വിജീഷ്, മണികണ്ഠൻ, വടിവാൾ സലീം, ചാർലി, മേസ്തിരി സുനിൽ, വിഷ്ണു എന്നിവരായിരുന്നു. ഈ കേസിൽ ആകെ 14 പ്രതികളാണുള്ളത്. മലയാള സിനിമയിലെ പ്രശസ്ത നടനായിരുന്ന ദിലീപ് പ്രതിപ്പട്ടികയിൽ 8-ാം സ്ഥാനത്താണുള്ളത്. ദിലീപിന് ഈ പീഡനത്തിൽ പങ്കുണ്ടാകാമെന്ന് ഈ സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രചരിച്ചിരുന്നു. ഈ പെൺകുട്ടിയോട് മുൻവിരോധമുണ്ടായിരുന്ന ഇയാൾ അവളോട് പക വീട്ടിയതായിരിക്കാമെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. ആദ്യഘട്ടത്തിൽ പൾസർ സുനി യാതൊരു സൂചനകളും നൽകിയിരുന്നില്ല. പണത്തിന് വേണ്ടിയുള്ള ഒരു തട്ടിക്കൊണ്ടുപോകലും ദൃശ്യങ്ങൾ പകർത്തലുമെന്നായിരുന്നു അയാളുടെ ആദ്യ മൊഴികൾ. എന്നാൽ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പല സംശയങ്ങൾക്കും ഇടയാക്കി. നടന്റെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ അയാളും ബന്ധപ്പെട്ട വ്യക്തികളും ഇത് വ്യാജമാണെന്നാണ് വ്യക്തമാക്കുകയുണ്ടായി. ആരോപിതനായ നടൻ ദിലീപ് പ്രതിയായ സുനിയെ ഏകദേശം 3-ലേറെ തവണ ബന്ധപ്പെട്ടിരുന്നു എന്ന സൂചന ആദ്യം തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. കേസിൽ പിന്നീടുണ്ടായ വഴിത്തിരിവുകളും നടനെതിരെയുള്ള കുരുക്ക് മുറുകുന്നതിന് കാരണമായി. പൾസർ സുനി എന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി തൻ്റെ മൊബൈലിൽ പകർത്തിയ നടിയുടെ ദൃശ്യങ്ങൾ സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും ഈ അന്വേഷണം പോലീസിന് നടനിലേക്ക് എത്തുന്നതിന് സഹായമാവുകയും ചെയ്തു. പീഡനം പകർത്തിയ ദൃശ്യങ്ങൾ നടന് ലഭിച്ച വഴി വിശദമായ അന്വേഷണങ്ങളിലൂടെ പോലീസ് മനസ്സിലാക്കിയിരുന്നു. പീഡനത്തിന് ശേഷം പ്രതി ആദ്യം കോയമ്പത്തൂർ നഗരത്തിലേക്ക് കടന്നിരുന്നു. ദൃശ്യങ്ങൾ പോലീസ് വീണ്ടെടുത്തിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ദുരൂഹമായി അപ്രത്യക്ഷമായിരുന്നു. ഇത് കൊച്ചിയിലെ ഗോശ്രീ പാലത്തിൽ നിന്ന് കായലിലേക്ക് എറിഞ്ഞു കളഞ്ഞുവെന്നു പ്രതി മൊഴി നൽകിയതനുസരിച്ച് പ്രദേശം പോലീസ് അരിച്ചുപെറുക്കിയെങ്കിലും ഇത് കണ്ടെടുക്കുവാൻ സാധിച്ചില്ല. പോലീസ് ഉദ്യോഗസ്ഥനായ അനീഷ്, പ്രതി സുനിയുടെ അകമ്പടി പോലീസുകാരനായിരുന്ന ഇയാളുടെ ഫോണിൽ നിന്നും ഈ നടനെ വിളിച്ചിരുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സുനിയുടെ സഹതടവുകാരനായിരുന്ന വിപിൻ ലാൽ, ഇദ്ദേഹമാണ് പ്രതിക്ക് വേണ്ടി ജയിലിൽ വെച്ച് കത്തെഴുതിയത് എന്നിവർ കേസിലെ മാപ്പുസാക്ഷികളാണ്. നടൻ ഉൾപ്പെടെയുള്ള ആദ്യ 8 പ്രതികളുടെ പേരിൽ കൂട്ടുബലാത്സംഗ കുറ്റമാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. 8 മുതൽ 12 വരെയുള്ള പ്രതികൾക്കുമേൽ ഗൂഢാലോചന കുറ്റവും ചുമത്തപ്പെട്ടു. ഇതിൽ 1 മുതൽ 7 വരെ പ്രതികൾ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. 375 പേജുള്ള കുറ്റപത്രത്തിൽ 385 സാക്ഷികൾ, 12 രഹസ്യമൊഴികൾ എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ കേസിൽ പ്രതികളായി പ്രതീഷ്, ചാക്കോ, രാജു ജോസഫ് എന്നിങ്ങനെ 2 അഭിഭാഷകരുമുണ്ട്. നടന്റെ മുൻ ഭാര്യയെയും സിനിമാ രംഗത്തെ മറ്റു ചില പ്രമുഖരെയും സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ തന്നെ സംഭവത്തിന്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരുന്നു. ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ആദ്യമുയർത്തിയവരിൽ ഒരാൾ മഞ്ജു വാര്യറായിരുന്നു. ഇക്കാര്യത്തിൽ ആദ്യകാലത്ത് കടുത്ത നിലപാടുകാരിയായിരുന്നു അവർ. കേസിന്റെ അന്വേഷണം ദിലീപ് എന്ന നടനിൽ എത്തിയ സാഹചര്യത്തിൽ ഒട്ടേറെ അട്ടിമറി ശ്രമങ്ങളും നടന്നിരുന്നു. മലയാള സിനിമയിൽ നിന്നുള്ള മറ്റ് ചില വ്യക്തികളായിരുന്നു ഇതിനു പിന്നിൽ ചരടുവലികൾ നടത്തിയതെന്നായിരുന്നു വാർത്തകൾ. കേസിൽ പൾസറിന് വേണ്ടി വാദിച്ചത് ഒരു സുപ്രസിദ്ധ അഭിഭാഷകനായിരുന്നു. കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നിഗൂഢ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായെങ്കിലും കേരള പോലീസ് ഇതിനെയെല്ലാം അതിജീവിക്കുകയും കേസിലുൾപ്പെട്ട വ്യക്തികളുടെ മുഖംമൂടി നീക്കി പുറത്തു കൊണ്ടുവരികയും നടൻ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടയ്ക്കുകയും ചെയ്തു. എന്നിരുന്നാലും 8-ാം പ്രതിയായിരുന്ന നടൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും 90 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം സോപാധിക ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും അയാൾക്ക് വിദേശത്തു പോകാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയും പ്രത്യേക കോടതിയും വേണമെന്ന നടിയുടെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു.
ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു നിലപാടാണ് കേരള സർക്കാരും കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്. കേസിൽ CBI അന്വേഷണം വേണമെന്നതായിരുന്നു ദിലീപിന്റെ ആവശ്യം. എന്നാൽ ഇത് ഈ കേസിന്റെ വിചാരണയെ വൈകിപ്പിക്കുവാനാണെന്നാണ് സർക്കാർ നിലപാട്. കേസിലെ പ്രതികളായ അഭിഭാഷകർ സമർപ്പിച്ച വിടുതൽ ഹർജി തള്ളിക്കൊണ്ട് കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. അഭിഭാഷകർ എന്ന നിലയിലാണ് ഈ കേസിൽ ബന്ധപ്പെട്ടതെന്നും മറ്റു വാദങ്ങൾ തെറ്റാണെന്നും അഭിഭാഷകരായ പ്രതികൾ സമർത്ഥിച്ചു. നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്നതാണ് അഭിഭാഷകർക്കെതിരായ പ്രധാന കുറ്റം. പൾസർ സുനി ഇവരെയാണ് മൊബൈൽ ഫോൺ ഏൽപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. ഇരുവരെയും വിചാരണ ചെയ്യുന്നതിന് മതിയായ തെളിവുണ്ടെന്ന് വ്യക്തമാക്കിയ ബഹുമാനപ്പെട്ട കോടതി ഹർജി തള്ളുകയാണുണ്ടായത്. മനഃപൂർവ്വം വിചാരണ വൈകിപ്പിക്കാൻ പ്രതികൾ ശ്രമിക്കുന്നുണ്ടെന്ന കോടതിയുടെ ഒരു നിരീക്ഷണവുമുണ്ടായി. അതുപോലെ കേസിൽ പ്രതികളുടെ നിസ്സഹകരണവും നിരീക്ഷിക്കപ്പെട്ടു. അതിനിടെ പൾസർ സുനിയും നടനും ഉൾപ്പെട്ടവർ കേസിലെ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ പ്രധാന രേഖകൾ കൈമാറുവാൻ കോടതിയുടെ നിർദ്ദേശമുണ്ടാകുകയും ചെയ്തിരുന്നു. ഇനിയും കൂടുതൽ രേഖകൾ വേണമെന്നുള്ള പ്രതികളുടെ ആവശ്യത്തെ കേസ് വൈകിപ്പിക്കുകയെന്ന ലക്ഷ്യമായിരിക്കാമെന്ന് കോടതി വിലയിരുത്തുന്നു. നടനുൾപ്പെടെയുള്ള പ്രതികൾ ചില ഉപഹർജികളുമായി കോടതിയിലെത്തിയിരുന്നു. നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളുടെ കോപ്പി വേണമെന്നാണ് ദിലീപ് ആദ്യം കോടതിയിൽ ആവശ്യമുന്നയിച്ചത്. സെഷൻസ് കോടതി ഈ ആവശ്യം തള്ളിയപ്പോൾ നടൻ ഇക്കാര്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഈ കേസിൽ ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും ഒരു CBI അന്വേഷണമാണ് വേണ്ടതെന്നുമുള്ള പുതിയ വാദവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസ് ഒരു ഇടവേളയ്ക്ക് ശേഷം സുപ്രീം കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട നടി 2019 സെപ്റ്റംബറിൽ പുതിയ ഹർജി നൽകിയിരുന്നു. അതീവ നിർണായക തെളിവായ ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡിന്റെ പകർപ്പ് പ്രതി ദിലീപിന് നൽകരുതെന്നാവശ്യപ്പെട്ടാണ് നടി സുപ്രീം കോടതിയെ സമീപിച്ചത്. ദിലീപിന് അനുകൂലമായി കേരള സർക്കാർ നിലപാടെടുക്കുമോ എന്ന ആശങ്കയും ദൃശ്യം കൈമാറുന്നത് തന്റെ അന്തസ്സിനെ ബാധിക്കുമെന്നതും കണക്കിലെടുത്താണ് നടി സ്വകാര്യ ഹർജി സമർപ്പിച്ചതെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. സ്വകാര്യതയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന തെളിവുകൾ പുറത്തുവിടരുതെന്ന സുപ്രീം കോടതി വിധിയും സ്വകാര്യത മൗലികാവകാശമാണെന്ന വിധിയും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കോഴിക്കോട് സ്വദേശിയായ അഭിഭാഷകൻ മുഖേനയാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടത്. സ്വകാര്യ ഹർജി സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ കോടതി സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് തേടുകയുണ്ടായി. ഈ കേസിലെ മുഖ്യ തെളിവായ ദൃശ്യങ്ങളുടെ പകർപ്പ് തനിക്ക് വേണമെന്നുള്ള ദിലീപിന്റെ ഹർജി തള്ളിയ CBI വിചാരണ കോടതി പകരം മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള അനുമതി 2019 ഡിസംബർ 11 കോടതി നടപടികളിലൂടെ ദിലീപിന് നൽകിയിരുന്നു. കോടതി നടപടികളിൽ ദിലീപ് ഹാജരായിരുന്നില്ല. കേസിനായി ശേഖരിക്കപ്പെട്ട 32 ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നുള്ള ഡിജിറ്റൽ തെളിവുകളുടെ പകർപ്പുകൾ വേണമെന്ന ദിലീപിന്റെ ആവശ്യവും നിരാകരിക്കപ്പെട്ടു. കേസുമായി ബന്ധമില്ലാത്ത സ്വകാര്യ ദൃശ്യങ്ങളുടെ മുഴുവൻ പകർപ്പ് ആവശ്യപ്പെടാൻ ദിലീപിന് അവകാശമില്ലെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. നിർണായക സാക്ഷികളുടെ മൊബൈലുകളിൽ നിന്ന് ശേഖരിച്ച സ്വകാര്യ ദൃശ്യങ്ങൾ സാക്ഷികളെ സ്വാധീനിക്കാൻ ദുരുപയോഗം ചെയ്യുമെന്നുള്ള ആശങ്കയും പ്രോസിക്യൂഷൻ കോടതിയിൽ പങ്കുവച്ചു. 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കുവാൻ സുപ്രീം കോടതി ഉത്തരവിട്ട ഈ കേസിൽ അനാവശ്യ ഹർജികളിലൂടെ നടപടികളെ വൈകിപ്പിക്കാനുള്ള പ്രതികളുടെ തന്ത്രങ്ങളെയും പ്രോസിക്യൂഷൻ കുറ്റപ്പെടുത്തിയിരുന്നു. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ദിലീപ്, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ, അവർ ഹാജരാക്കുന്ന കേരളത്തിന് പുറത്തുള്ള ഒരു സാങ്കേതിക വിദഗ്ധൻ എന്നിവരടങ്ങിയ സംഘത്തിന് ഡിസംബർ 18 പരിശോധിക്കാനുള്ള അനുമതിയാണ് വിചാരണ കോടതി നൽകിയത്. 3 സാങ്കേതിക വിദഗ്ധർ വേണമെന്ന് ദിലീപിന്റെ അഭിഭാഷകർ ആവശ്യമുന്നയിച്ചുവെങ്കിലും ഒരു സാങ്കേതിക വിദഗ്ധനെ അനുവദിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. വിചാരണയ്ക്കിടയിൽ മലയാള സിനിമയിലെ ചില പ്രമുഖ താരങ്ങളുടെ കൂറുമാറ്റവും ഇതിനിടെ ഏറെ ചർച്ചാ വിഷയമായിരുന്നു. പ്രമുഖ നടന്മാരായ ഇടവേള ബാബു, സിദ്ദീഖ്, നടിമാരായ ഭാമ, ബിന്ദു പണിക്കർ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു. ഈ കാലയളവിൽ തന്നെ 8 വർഷത്തോളം നീണ്ടുനിന്ന വിചാരണ കാലയളവിൽ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ ഏറെ സജീവമായി. നീണ്ട 8 വർഷത്തെ വിചാരണയുടെ വിധി കാത്ത് കേരളം ഇന്ന് ഉണരുന്നു.